ഭർത്താവ് മരിച്ചാൽ ഭാര്യ എന്തു ചെയ്യണം? ആദ്യ കാലഘട്ടത്തിലെ പോലെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കണോ, അതോ മക്കളെയും സംരക്ഷിക്കാൻ വേണ്ടി ജോലി ചെയ്യണോ? അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോരോ കാലഘട്ടത്തിലും ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് ചില ചിന്തിക്കാറില്ല. ഭർത്താവ് മരിച്ചു പോയാൽ ആ കുടുംബം എങ്ങനെ ജീവിക്കും എന്ന് അന്വേഷിക്കാറില്ല. തെറ്റായ കണ്ണുകൾ കൊണ്ട് കാണാനും ദുഷ്പ്രവർത്തനം നടത്താനും കുറേ പേര് ഇവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. അക്കൂട്ടത്തിൽ ചിലരൊക്കെ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ കൊല്ലം സുധിയുടെ കുടുംബത്തിൻ്റെ കാര്യമാണ്. കൊല്ലം സുധി നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത കലാകാരനാണെന്ന് ആലോചിക്കണം. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അതിനുശേഷം പല സഹായങ്ങളും പലരും ആ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തു. വാഗ്ദാനം വലിയ വായിൽ പലരും പറഞ്ഞെങ്കിലും അവരിൽ പലരും സഹായിച്ചിട്ടില്ല എന്നാലോചിക്കണം. ചിലരൊക്കെ സഹായിച്ചു. ആ സഹായിച്ചവരെ കൂട്ടത്തിൽ ലക്ഷ്മി നക്ഷത്ര എന്നുള്ളൊരു നടി ഉണ്ടായിരുന്നു, ആങ്കർ നടി. അവരും അവസാനം ഒരു പുലിവാല് പിടിക്കേണ്ടി വന്നു. അവർ ചെയ്തത് എന്താ? അവർ ഗൾഫ് രാജ്യത്തിൽ പോയപ്പോൾ നമ്മളൊരു പെർഫ്യൂം മണമുണ്ടെങ്കിൽ അതേ പെർഫ്യൂമിൻ്റെ മണം നമുക്ക് തരും. ഇതായിട്ട് എൻ്റെ ഡ്രസ്സ് ധരിക്കുക. എൻ്റെ ഡ്രസ്സിൽ എൻ്റെ വിയർപ്പിൻ്റെ മണം ആണ് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടതെങ്കിൽ അത് കൊണ്ടുപോയി ആ വിയർപ്പിൻ്റെ മണമുള്ള എൻ്റെ വിയർപ്പിൻ്റെ മണമുള്ള പെർഫ്യൂമാക്കി തരുന്നതാണ്. അങ്ങനെ ലക്ഷ്മി നക്ഷത്രം പോയപ്പോൾ സുധിയുടെ ഭാര്യ രേണു സുധി ഭർത്താവിൻ്റെ ഒരു ഷർട്ട് കൊടുത്തയച്ചു. ഭർത്താവിൻ്റെ ഗന്ധമുള്ള ഒരു ഷർട്ട് കൊടുത്തയച്ചു. പറഞ്ഞു, ഇതിങ്ങനെയുള്ളതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു പെർഫ്യൂം എനിക്ക് കൊണ്ടുതരണം എന്നുള്ളത്. ലക്ഷ്മി നക്ഷത്ര അവിടെ പോയി അത് എല്ലാ കാര്യവും ചെയ്ത് അതേ മണമുള്ള ഈ ഷർട്ടും പെർഫ്യൂമായിട്ട് തിരിച്ചു കൊടുത്തു. ഇത് ചെയ്തപ്പോൾ ലക്ഷ്മി എന്താണ് ചെയ്തത്? അതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തു ഇത്രയും ദൂരം പോയതല്ലേ, ഒരു ഓർമ്മയ്ക്കായൊരു കാര്യം താനാണ് ചെയ്തതെന്ന്. അത് സ്വാർത്ഥം എല്ലാവർക്കും ഉണ്ടായിരിക്കും, എല്ലാവർക്കും ആ സ്വാർത്ഥം ഉണ്ടായിരിക്കും. അല്ല അതിൻ്റെ പേരിൽ അവർ വലിയ ഗൾഫിൽ പോയി വന്നതിൻ്റെ റോയൽറ്റിയോ ടീ ഒന്നും വാങ്ങിച്ചില്ലല്ലോ. അത് ഇട്ടതിൻ്റെ പേരിൽ ഇവിടെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. ആ ലക്ഷ്മി നക്ഷത്രയെ എങ്ങനെ പുകച്ച് ചാടിക്കുന്ന രീതിയിൽ എന്തെല്ലാം പറഞ്ഞുവിടെ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇപ്പം അത് കഴിഞ്ഞു. അത് ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ സുധി മരിച്ചിട്ട് കുറച്ച് കാലമായില്ല. ഇപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്, താമസിക്കുന്നു. അതുമാത്രം മതിയോ? അവർക്ക് ജീവിക്കണ്ടേ? ഇപ്പോൾ ജീവിക്കാൻ എത്ര എമൗണ്ട് വേണ്ടി വരും? അതല്ലായിരുന്നെങ്കിൽ ഒരു ജോലി കൊടുക്കാനായാലും തയ്യാറായതുവരെ ആരും ജോലി കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവർ ആലോചിച്ചു, സിനിമയിൽ ഇറങ്ങിയാൽ എന്താ, ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചാൽ എന്താ, അല്ലെങ്കിൽ ചെറിയൊരു ആൽബത്തിൽ അഭിനയിച്ചാൽ എന്താ? ഇതൊക്കെ ആലോചിച്ച തെറ്റാവുമോ? കാരണം അവരുടെ ഭർത്താവും ഒരു കലാകാരനായിരുന്നു. ആ കലാകാരനാവുക കലാകാരിയാവുക തെറ്റാണോ? അപ്പം അവരാലോചിച്ചപ്പോൾ ഇത് രക്ഷപ്പെട്ടാൽ നല്ല ഫീൽഡാണ്. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. ഇപ്പം അടുത്ത കാലത്ത് എന്താ? അടുത്ത കാലത്ത് ഒരു ചെറിയ 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള ഒരു ആൽബം പോലുള്ള പടത്തിൽ അഭിനയിച്ചു. ചാന്തുപൊട്ട് എന്നുള്ള സിനിമയിലത്തെ ഒരു പാട്ടായിട്ട് അതിൽ ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ചേർന്ന് ഒരു ചെറിയ റീലെടുത്തു. അതെടുത്ത് അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അത് ഹിറ്റായി പോയപ്പോൾ ചിലർക്കൊക്കെ പല ഭാഗത്തും കടി തുടങ്ങി. അവൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ അഭിനയിക്കാൻ പാടില്ല, തൊട്ടഭിനയിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പൊങ്കാലിട്ട് തുടങ്ങിയെന്ന് ആലോചിക്കണം. അപ്പം ഞാൻ ആലോചിച്ചു, ഇവിടെ എത്രയോ പേര് ഭർത്താവ് മരിച്ചതിന് ശേഷം സിനിമയിൽ അഭിനയിക്കാൻ വന്ന എത്രയോ നടികളുണ്ടെന്ന് ആലോചിക്കണം. സീരിയൽ അഭിനയിക്കാൻ വന്ന നടികളുണ്ടെന്ന് ആലോചിക്കണം. അവരൊക്കെ അതിൽ നിന്ന് വരുമാനം കൊണ്ട് സുഖമായി ജീവിക്കുമെന്ന് ആലോചിക്കണം. അതൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ഇനി പോട്ടെ, സിനിമക്കാർ വീട് തൻ്റെ ജീവിതത്തിൽ ഭർത്താവ് 25 വർഷം മുമ്പ് മരിച്ചു പോയിട്ട് അതിനുശേഷം തൻ്റെ മക്കളെ പാടുപെട്ട് വളർത്തി വിവാഹം കഴിച്ചു കൊടുത്ത് തനിക്കൊന്ന് ആശ്വസിക്കണം എന്ന് തോന്നിയ ഒരു സ്ത്രീയെ കുറ്റം പറയാനാവുമോ? അവർ മണാലി കുളു ഇവിടെ ഒന്ന് കാണാൻ പോയി. മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലം. അവർ സന്തോഷിച്ചു.
കുറേ മഞ്ഞ് വാരി എറിഞ്ഞു. അതിൻ്റെ വീഡിയോ എടുത്തു, അതൊന്ന് പോസ്റ്റ് ചെയ്തു. വലിയ ഗുലുമാലായി. എന്തോ രാജ്യദ്രോഹ കുറ്റം ചെയ്ത പോലെയാണ് ആ ഉമ്മയുടെ സമൂഹത്തിൽപ്പെട്ട ഏതോ വലിയ ഒരാൾ അവരെ നശിപ്പിക്കണം എന്ന രീതിയിൽ പ്രസ്താവിച്ചു. ഈ ജാതി ആൾക്കാർ ഈ ഭൂമിയിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കണം. 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് അതിനുശേഷം ജീവിതം എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. ജീവിതം തൻ്റെ മക്കൾക്ക് വേണ്ടി ഹോമിച്ചു എന്ന് ആലോചിക്കണം. അങ്ങനെ അവരെ ഒരു രീതിയിൽ നല്ല രീതിയിലാക്കിയതിന് ശേഷമാണ് ഈ സ്ഥലമൊന്ന് കാണാൻ പോയത്. അത്രയ്ക്കും ദുഷിച്ച ചിന്തകൾ വെച്ച് പുലർത്തുന്ന സമൂഹത്തിലെ ചിലരിവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അപ്പോൾ സുധിയുടെ ഭാര്യ ഇങ്ങനെ അഭിനയിക്കാൻ ഇറങ്ങുന്നതിൻ്റെ ആരംഭമായി ഇങ്ങനെ ചില സാധനങ്ങൾ എടുത്തു. അത് തെറ്റാണോ? നമ്മുടെ നടന്മാരും എടുക്കുക, നമ്മുടെ നടികളെടുക്കുക. ഇപ്പോൾ സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ. മുമ്പൊക്കെ ഞാൻ വേറൊരു കാര്യം രസം, മുമ്പൊക്കെ മമ്മൂട്ടി തൊട്ടഭിനയിക്കാൻ ഭയങ്കര വിഷമായിരുന്നു മമ്മൂട്ടിക്ക്. ഇപ്പോൾ ഒരു നടിയുമായി ചേർന്ന് ഒട്ടി നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം, കവറടിക്കാൻ ഞങ്ങൾ സുഹാസിനിയായിട്ട് എന്ന് നടക്കണം. മമ്മൂട്ടി പോലെ പറ്റില്ല എന്ന് പറഞ്ഞു. മമ്മൂട്ടിയോട് പറഞ്ഞു ആ വേല നടക്കുന്നില്ല, ഞാൻ ആകെ തൊട്ടും തെട്ടി കുടിക്കണം, എൻ്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ എന്നുള്ള വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള. അങ്ങനെ ചില ക്വാളിറ്റി ആൾക്കുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾക്ക് ഈ ഫോട്ടോ എടുത്തേ പറ്റുള്ളൂ. ഞങ്ങളെന്ത് ചെയ്തു? സുഹാസിനോട് കാര്യം പറഞ്ഞു, എടുക്കുന്ന സമയത്ത് അതൊന്ന് നിൽക്കുക, എടുക്കുന്ന സമയത്ത് ഒന്ന് മുട്ടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതിൽ ഫോട്ടോ എടുത്തെങ്കിലും മമ്മൂട്ടി ആകെ വല്ലാതെ ഇരുന്നായിരിക്കും. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട നടന്മാരും നടികളും ചെയ്യുന്നത് എന്താ? ആദ്യം എത്ര ലിപ് ലോക്ക് ഉണ്ടെന്ന് ആലോചിക്കണം. കിസ്സിങ് സീൻ, ആ ഒട്ടിപ്പിടിക്കണ കിസ്സിങ് സീൻ എത്രയുണ്ട്, കെട്ടിപ്പിടിക്കുന്ന സീൻ എത്രയുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ പല വമ്പന്മാരുടെയും പടങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഇതിന് ഈ പുതിയതിലേക്ക് വേണ്ട പഴയൊരു കാലഘട്ടത്തിലേക്കൊരു സിനിമയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി അഭിനയിച്ചൊരു സിനിമയുണ്ട് മുമ്പ് ഇവിടെ. ആ സിനിമയിൽ 9.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്നൊരു സീനാണിത്. അത് വെറും ചുംബനം മാത്രമല്ല, അത് വായിൽ വിഷം നിറച്ചിട്ട് മറ്റേ സ്ത്രീയുടെ വായിലേക്ക് അങ്ങനെ പരസ്പരം വിഷം കൊടുത്ത് കൊല്ലും ആത്മഹത്യ ചെയ്യുന്ന ഒരു സീനായിരുന്നു ആലോചിക്കണം. അതിൽ മമത മോഹൻദാസാണ് അഭിനയിച്ചിരുന്നത് ഇല്ലേ? അതെടുത്തപ്പോൾ എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഭിനയിക്കാൻ പോകുമ്പോൾ കഥാപാത്രത്തിന് അനുയോജ്യമായിട്ട് അഭിനയിച്ചേ പറ്റുള്ളൂ. അഭിനയം വേറെ, ജീവിതം വേറെ. ഇത് മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങളെ ഭർത്താവ് തൊടാൻ പാടില്ലെങ്കിൽ വീട്ടിലിരുന്നോട്ടെ, കോടികളല്ലേ വാങ്ങുന്നത്, കിട്ടില്ല. അതിൽ ഭാര്യമാർ തൊട്ടഭിനയിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഭാര്യമാർ വീട്ടിലിരുത്തിക്കോ. ഇത് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പകരം നമുക്ക് ചിലപ്പോൾ ഈ ചിലരെ മാത്രം എറിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കാം. ഇനി ഇങ്ങനെയാണ് സുധിയുടെ ഭാര്യ രേണു സുധി അഭിനയ രംഗത്ത് വളർന്നു വരാനാണ് സാധ്യതയെങ്കിൽ അങ്ങനെ വരട്ടെ. അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. വെറും ഒരു റീൽ വീഡിയോയുടെ പേരിൽ ഇങ്ങനെ കുരിശുമയറ്റുന്നത് ശരിയല്ല. അപ്പോൾ ചോദിക്കും, നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ചെയ്താലോ എന്നുള്ളത്. എൻ്റെ വീട്ടിലാരും ആര് ചെയ്താലും ശരിയെന്നവർക്ക് തോന്നുന്നത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾക്കില്ലാത്ത പക്ഷം നിങ്ങൾക്കെന്തിനാ?